സാധാരണ ഇങ്ങനത്തെ ഒരു സമയത്ത് കാര്യങ്ങൾ പറയാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാരണം ഇന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പടം റിലീസായപ്പോൾ ഞാൻ ദുഃഖം വീണ്ടും പറഞ്ഞു തുടങ്ങുമല്ല, അത് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ദുഃഖം മറികടന്ന് നമ്മൾ സംസാരിക്കുമല്ലോ, അത് എക്സൈറ്റ്മെൻ്റ് അല്ല. പക്ഷേ നമ്മൾ മറികടന്ന് സംസാരിക്കുമ്പോഴത്തേക്കും വളരെ ഫ്ലുവൻ്റായിട്ട് മലയാളമായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇംഗ്ലീഷും നല്ല ഫ്ലുവൻ്റായിട്ട് വരും. പക്ഷേ ഇന്ന് ഈ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടിയത് കാരണം ചില വാക്കുകൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാൽ ക്ഷമിക്കണം. ഒരുപാട് സമയം ഞാൻ എടുക്കില്ല. ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ. ഭരതനാട്യത്തിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി മോഹിനിയാട്ടം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററാക്കി തന്ന കേരളത്തിലെ ഓഡിയൻസ്, അവരോടും നന്ദി. ഓവർസീസ് കണ്ട അവരോടും നന്ദി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മലയാളികളും മലയാളികളല്ലാത്ത ആൾക്കാരും ഒക്കെ സിനിമ കണ്ടു. അവർക്കും ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാണ്. സോ വെരി ഹാപ്പി. ഞാൻ ആക്ച്വലി ജീവിതത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്ത പല സിനിമകളുടെയും ഹിറ്റായതിനു ശേഷം ഇങ്ങനത്തെ ഫങ്ഷൻസ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ എബ്രിക് ഷാൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മിഥുൻ മേനൽ തോമസ് ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ആട് 2 ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തത്. എൻ്റെ ഓരോ സിനിമ വരുമ്പോഴും ആ പടം ഒരു വലിയ വിജയമാവുമെന്ന് വെറുതെയെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും സംഭവിക്കാണ്ട് പോയി. പക്ഷേ മോഹിനിയാട്ടത്തിൽ അത് സംഭവിച്ചു. ഇതൊരു സ്വപ്നം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ന് ഞാനവിടെ നിൽക്കുമ്പോൾ. ദൈവം ഇതെനിക്ക് തന്നല്ലോ. 21 years, 21 വർഷത്തെ കാത്തിരിപ്പാണ്. എന്താകും എൻ്റെ കരിയറിന് എനിക്കും അറിയില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്കും അറിയില്ല, എൻ്റെ ഭാര്യയ്ക്കും അറിയില്ല, എൻ്റെ മക്കൾക്കും അറിയില്ല, എൻ്റെ അച്ഛനും അറിയില്ല, എൻ്റെ ഇൻലോസിനും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചത് സിനിമകൾ കിട്ടുമെന്ന് മാത്രമല്ല, എൻ്റെ അഭിനയവും ദൈവം നന്നാക്കി തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് എവിടെയോ മലയാളം ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കാരണം എനിക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ സിനിമകൾ കിട്ടി തുടങ്ങി. ക്യാമറയുടെ മുമ്പിൽ ഞാൻ അഭിനയിച്ച് എനിക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സൈജു കുറുപ്പാകാൻ പറ്റി. ഇന്നിപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഭരതനാട്യം എന്ന സിനിമയിൽ വളരെ ശക്തമായ നല്ലൊരു കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ ആ പടം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. കാരണം പലതാവാം, ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും എൻ്റെ ഫാമിലി ഒരു വൻ വിജയത്തോടുകൂടി മോഹിനിയാട്ടത്തിൽ വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ മക്കളും എൻ്റെ ഭാര്യമാരും എൻ്റെ മരുമക്കളും എൻ്റെ കൊച്ചുമക്കളും ഒന്നും മോശക്കാരല്ല എന്ന് കേരളത്തിൽ തെളിയിച്ചു കൊടുത്തതിന് അങ്ങ് മോളിയിരുന്നാണെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു കുത്തുണ്ടാവും. എന്നുവെച്ചാൽ ഭരതനാട്യം ഓടിയില്ല എന്ന് അയാളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട് കഴിഞ്ഞിട്ട്. ഒരു ഒഴുക്കി കൂടെ പറഞ്ഞു പോയത് സമാധാനമുണ്ട്. ഇത് കട്ടൻഡറിയായിട്ട് തന്നെ ഓടിയിട്ടില്ല എന്ന് തന്നെ പറയുമ്പം എവിടെയോ ഒരു ചെറിയ കുത്തൽ, പിന്നെ ഒരു സമാധാനമല്ലോ, OTT ഓടിയല്ലോ എന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ടെണ്ണം കൂടെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്തായാലും ശരി തന്നെ, ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ഭാവമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മറക്കാതെ ഭരതൻ നായരെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ നിങ്ങൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പിനോട് എല്ലാ ആൾക്കാരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട്
വൻ വിജയങ്ങൾ ഈ ബാനറിൽ കൂടി ഉണ്ടാകട്ടെ. അതിലൊപ്പം സഹകരിക്കാൻ ഇതിലുള്ളവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തന്ന സ്നേഹത്തിന് ഇപ്പോഴും സ്വീകരിക്കുന്നതിന്, ഇപ്പോഴും സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നതിന് ജഗദീശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ലവരായ ഓഡിയൻസിനോടും എൻ്റെ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. എന്നെ ഒരുപാട് സഹായിച്ച, എന്നെ ഒരുപാട് രക്ഷിച്ച, എനിക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ തന്ന എൻ്റെ ആദ്യത്തെ പ്രവർത്തനം റാംജി റാവുവിൻ്റെ തന്നെ ഒരു പ്രൊഡ്യൂസർ അവിടെ തന്നെ ഇരിപ്പുണ്ട് വെച്ചൻ. അപ്പം ആ കാലഘട്ടം ഓർക്കുന്നു, ഈ കാലഘട്ടം ഓർക്കുന്നു, ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്തി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതില് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സിനിമയിൽ ചേട്ടന്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണ് ചേട്ടന് പറയാൻ? അത് നിസ്സാര കാര്യമാണ്. കാരണം അതിൽ ഫോട്ടോ മതി പോരെ. ആ ഫോട്ടോയിലെ പല ആംഗിളിൽ നിന്ന് നോക്കൂ, പല പല രൂപങ്ങൾ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ എങ്ങനെ? എൻ്റെ മക്കളിലൂടെ അവർ കൊടുക്കുന്ന ഓരോ ഷാഡോസിൽ വെച്ച് നോക്കുമ്പോൾ ഭരതനായുടെ ഒരു ഫോട്ടോ മതി. ആ ഫോട്ടോയിൽ അവർ തന്നെ കൊടുക്കുന്നുണ്ട് പല പല ഷാഡോസ്. ആ ഷാഡോസാണ് അഭിനയിക്കാതെ ഒരു മൊമെൻ്റോ ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചതും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ ഇരിക്കുമല്ലോ ഇതൊരു സാധനം. ആദ്യം തേങ്ങയായിരുന്നു, ഇപ്പോൾ വന്നിട്ട് എന്താണ് ആ മിച്ചറും സംഭാരവും. ഓക്കെ, ദാഹം മാറട്ടെ. എല്ലാ ആശംസകളും നൽകുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു കാര്യം, സൈജുവിനോട് എനിക്കുള്ളൊരു, സൈജുവിന് എൻ്റെ അടുത്ത് എത്ര കിടപ്പാടുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സൈജുവിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സൈജുവിൻ്റെ ആദ്യത്തെ പടം ഹരിഹര സാറിൻ്റെ ആദ്യത്തെ പടത്തിനകത്ത് സൈജുവിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൈജു ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിനകത്ത് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പടത്തിന് ആ പടം അത്ര സുഖമായിട്ട് പോയില്ല. അപ്പോൾ രണ്ടാമത്തെ പടത്തിന് ഞാൻ വന്നിട്ട് ആ പടവും സുഖമായിട്ട് പോയില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും രാശിക്കുഴപ്പമുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒറ്റ ഫോട്ടോ കൊണ്ട് തന്നെ ഇത്രയായില്ലേ. അപ്പോൾ അതല്ല വിഷയം. എല്ലാം ഒരു സമയമാണ്. ആ സമയം നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, നമ്മളത് തേടി എത്തുമ്പോഴാണ് നമ്മൾ ആഹ്ലാദിക്കേണ്ടത്. അല്ലേ ലിറ്റിൽ സ്റ്റീഫൻ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാനുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ്. പിന്നെ അതിനുശേഷം അതേ പടത്തിലൊന്നും വിളിച്ചിട്ടില്ല. അതും നല്ല കാര്യം. താങ്ക് യു വെരി മച്ച്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ എല്ലാവരും സന്തോഷം, ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഈ സൈജു പറഞ്ഞല്ലേ, ഈ സംസാരിക്കണമെന്ന് തോന്നി സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടില്ല. പിന്നെ എന്തെങ്കിലും സംസാരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ മുഖത്ത് നോക്കണം, അപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. കാരണം രഞ്ജിത്ത് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കുകയാണ്. പക്ഷേ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ജഗദീഷ് എന്താണപ്പാ. ഇപ്പം ഞങ്ങളൊരു പടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. മോഹിനി, നമ്മുടെ മധുവിധു എന്ന് പറഞ്ഞ പടം ഞങ്ങളുടെ മോൾ അഭിനയിച്ചതാണ്. ഒപ്പം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി. ഈ പടത്തിൽ നന്നായിരിക്കുന്നു. ഏത് പടത്തിലാണ് നന്നാവുന്നത്? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് സൈജുട്ടാ. സ്റ്റേജിൽ തന്നെ ഒരു അല്പനേരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുള്ള നിമിഷങ്ങളാണ് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ എനിക്ക് ലഭിച്ചത്. കാരണം കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ, ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് പ്രിയദർശൻ്റെയും സിദ്ദിഖ് ലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എലിമെൻസാണ്. കറൻ്റ് ആയിട്ടുള്ള ചിന്ത, ഏതെങ്കിലും ഒരു സീനിലോ ഒരു ഡയലോഗോ പോലും അതിങ്ങനെ ആയാൽ നന്നായിരിക്കില്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം കാച്ചിക്കുറുക്കിയ ഡയലോഗ്സാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചു, ആസ്വദിച്ചു. അതിനപ്പുറം ഒരുപാട് ചിന്തകൾ സമ്മാനിച്ച ഒരു ചിത്രം കൂടിയാണ്. അതുകൊണ്ടാണ് നിരൂപകരുടെ മുക്തകണ്ഠമായ പ്രശംസ ഈ ചിത്രത്തിന് ലഭിച്ചത്. പ്രേക്ഷകരുടെ മാത്രമല്ല, ശരിയായി സിനിമയെ ഗൗരവത്തോടുകൂടി കാണുന്ന പ്രേക്ഷക സമൂഹത്തിൻ്റെയും നിരൂപകരുടെയും പ്രശംസ ഇതിന് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇത് വിശ്വാസത്തെ തള്ളി പറയാതെ അന്ധവിശ്വാസത്തെ തള്ളി പറയുന്നു. ഭക്തിയെ എതിർക്കുന്നില്ല, കപടഭക്തിയെ എതിർക്കുന്നു. ഭക്തന്മാരെ എതിർക്കുന്നില്ല,
കാപട്യമുള്ള ഭക്തന്മാരെ എതിർക്കുന്നു. ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അല്പം മാറിക്കഴിഞ്ഞാൽ എതിർപ്പ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിഭാഗത്തിൽ നിന്നുമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയം ആരെയും വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ അതിഗംഭീരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ്റെ മികവ്. പിന്നെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ തോമസ് തിരുവല്ലയും സൈജു കുറുപ്പും തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഭരതനാട്യം എന്ന ചിത്രം തിയേറ്ററിൽ ഇവർ വിചാരിച്ച അത്ര വിജയമാകാതിരുന്നിട്ടും അതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. OTT ഗംഭീര വിജയമായി. എന്നാൽ പോലും OTT വിജയം കണക്കാക്കി അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ ബിസിനസ് പരമായി ചിന്തിച്ചാൽ ചിലപ്പോൾ അതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആലോചിച്ചേക്കാം. പക്ഷേ ആ കോൺഫിഡൻസ് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഇവർ കൊടുത്തത് കൊണ്ടാണ് കൃഷ്ണദാസ് മുരളിക്ക് ഇത്ര കോൺഫിഡൻസോടുകൂടി ഈ ചിത്രം അണിയിച്ചൊരുക്കാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ കോ-റൈറ്ററായ വിഷ്ണുവിനും ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും ഞാൻ ചെന്ന ആ നിമിഷം, കാരണം ഭരതനാട്യത്തിൽ ഇല്ലാത്ത 2 ആർട്ടിസ്റ്റുകളാണ് ഞാനും സുരാജ് വഞ്ഞാറമ്മൂടും പിന്നെ ബേബി ജീനും ഇല്ലേ, വിനയ് ഫോർട്ടും, 4 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ഞങ്ങൾക്ക് ഒരു ആക്ടേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണം ഞാൻ നന്ദിപൂർവ്വം ഇവിടെ ഓർക്കുകയാണ്. വളരെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗം, നമ്മൾ വെളിയിൽ നിന്ന് വരെയാണ്. എൻ്റെ ക്യാരക്ടറെ പേര് ഈപ്പൻ എന്ന് പറഞ്ഞു. ഈപ്പൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പേരൊന്നുമല്ല പ്രശ്നം. ആ ചെയ്തതിലെ ഓരോ ഡയലോഗും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷിക്കാം. കറിക്കെട്ട് വേണോ, ബിരിയാണി കെട്ട് വേണോ തുടങ്ങി അതിലെ ഓരോ ഡയലോഗും അതിൻ്റെ ഓരോ സിറ്റുവേഷനും. ഇപ്പം പിന്നെ കല എനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ചക്ക, താനൂരിലെ ചക്കയുടെ വിഷയം, ഇതൊക്കെ തന്നെ തുടങ്ങി എല്ലാ എലിമെൻസും അതൊക്കെ സൂപ്പർ ഹിറ്റായി മാറുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഇത്തരം വേഷങ്ങൾ, വിശേഷിച്ചും മാർക്കോയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം, വളരെ ഗൗരവമുള്ള ആൻറ്റി ഹീറോ അല്ലെങ്കിൽ പക്കാ വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹ്യൂമറിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വളരെ വെറൈറ്റി ഉള്ളൊരു വേഷം ഈ രൂപത്തിൽ വന്നത്. ഇതിൽ ആദ്യത്തെ പോർഷനൊക്കെ നിങ്ങൾക്കറിയാം, വളരെ ഗൗരവത്തോടുകൂടി വളരെ ഇമോഷണലായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. പിന്നീടുള്ള ആ പകുതിയിൽ വരുമ്പോൾ അത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു റോളായിട്ട് മാറുന്നു. അങ്ങനെ ഒരു ആ ക്യാരക്ടർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതും ഈസി അല്ല. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൃഷ്ണദാസ് മുരളിയെ 2-3 പ്രാവശ്യം റിലീസിന് ശേഷം വിളിച്ചു. പിന്നെ ഒരിക്കൽ വിളിച്ച് ചോദിച്ചു, അടുത്ത ഭാഗം ഉണ്ടോ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, എന്താണെന്ന് ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഞാൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും ഉണ്ടാകുന്നു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല സംവിധായകരോട് അങ്ങോട്ട് വിളിച്ച് ഇന്നും റോൾസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ഞാൻ. കാരണം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു കഥാപാത്രത്തിൽ അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ വ്യത്യസ്തതയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് പക്ക റൈറ്റേഴ്സും ഡയറക്ടേഴ്സും വരുമ്പോൾ മാത്രമേ എന്നുള്ള ആക്ടേഴ്സിന് കൂടുതൽ തൃപ്തിയോടെ നിങ്ങളുടെ മുന്നിൽ വേഷങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലെ പ്രേക്ഷകരോട് നന്ദി രേഖപ്പെടുത്തുന്നു, നിർമ്മാതാക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു, ഈ ശില്പികൾ എല്ലാവരും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനോടും കൂടെ സഹകരിച്ച താരങ്ങളോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. ഇവിടെ ലിസ്റ്റിൻ്റെ നിന്നാണ്, ലീഡിങ് പ്രൊഡ്യൂസറായ ലിസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ മെമെൻറ്റോ വാങ്ങിയത്. അപ്പോൾ വളരെ സന്തോഷം. നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഇവരിൽ നിന്നും കൂടുതൽ നല്ല ചിത്രം. സൈജുവിനെ സംബന്ധിച്ചിടത്തോളം അന്തി പൊന്മേട്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ചു, സിനിമയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് കുറേ കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ സൈജുവിനോട് പറഞ്ഞു. സൈജു നല്ലൊരു വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സൂക്ഷിച്ച് മൂവ് ചെയ്ത് ഇന്ന് സൈജുവിൻ്റെ പേരിൽ കോടികൾ OTT ബിസിനസ്സും തിയേറ്റർ കളക്ഷനും വരുമ്പോൾ സൈജുവിൻ്റെ ഗ്രാഫ് വളരെ ഉയർന്നു നിൽക്കുകയാണ്. ഇന്ന് ആ ബോക്സ് ഓഫീസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ സൈജുവിനെ വെച്ച് പടമെടുക്കാം എന്ന് തീരുമാനിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് വളരെയധികം കൂടി വരികയാണ്. അത് നല്ല കാര്യമാണ്. അതൊക്കെ ഒരു ആക്ടറിൻ്റെ, ഒരു പിന്നെ ഹീറോയുടെ ഒക്കെ തന്നെ മികവായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം എല്ലാ രീതിയിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. കയ്യടി പോരാടാ, നല്ലൊരു കൈ എടുക്കാം. താങ്ക് യു. വലിയ സന്തോഷം. കാരണം കഴിഞ്ഞ തവണ ഭരതനാട്യത്തിനൊരു സക്സസ് പാർട്ടി ഞങ്ങൾ വെച്ചിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തളരാതിരിക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരെ വിളിക്കാതെ നടത്തിയൊരു പരിപാടിയായിരുന്നു. നമ്മളങ്ങനെ തോറ്റിട്ടൊന്നുമില്ല എന്ന്
തോമസ് ഏട്ടൻ പറയാതെ പറഞ്ഞ് നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്ന് ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമെന്നും ആ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലൊരു ഒറിജിനൽ സക്സസ് പാർട്ടി വരുമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തോമസ് ഏട്ടനും സൈജേട്ടനും തന്നെ പോകേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭരതനാട്യം ചെയ്തു, അത് തിയേറ്ററിൽ അങ്ങനെയായി, അത് വിട്ടു. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് കരുതിയിരുന്ന സമയത്താണ് തോമസ് ഏട്ടനും സൈജേട്ടനും പറഞ്ഞത് നമുക്ക് സെക്കൻഡ് പാർട്ട് തന്നെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിന് വേണം, അത് എങ്ങനെയൊക്കെയോ തട്ടുകടലേ അത് OTT-യിൽ രക്ഷപ്പെട്ടു പോയി, ഇനി അതിൻ്റെ മേലെ വീണ്ടും പണിത് ചീത്തപ്പേര് പഠിക്കാൻ നിൽക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി ഉണ്ടായിരുന്നത്. എൻ്റെയും കോറേറ്ററായിട്ട് ഇതിൽ വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു പ്രദീപ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ കാസ്റ്റ് വെച്ചുകൊണ്ട് വേറൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അത് ബിസിനസ്സാണല്ലോ, പുള്ളിയുടെ തലയിൽ ഉദിച്ചതാണ്, വേണ്ട നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, ആൾ വരും എന്ന് തോമസ് ഏട്ടൻ്റെ ഐഡിയ ആയിരുന്നു. സൈജേട്ടനും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയതായിരുന്നു മോഹിനിയാട്ടം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിക്കവാറും നൈറ്റ് ഇട്ടുകൊണ്ട് വന്നാലേ ആ ക്യാരക്ടറായിട്ട് വന്നാലേ അറിയുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. മുൻപൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്നൊക്കെ കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ മെനകെട്ട സ്ത്രീ എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. കൃഷ്ണദാസ് സാർ, താങ്ക് യു. എന്തൊരു മെനകെട്ട സ്ത്രീയാണിത്. അതിൻ്റെ അവസാനം ഒരു ഹാർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആളുകൾ സ്നേഹത്തോടെ എന്നെ മെനകെട്ട സ്ത്രീയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. കൃഷ്ണദാസ് സാർ, വീണ്ടും താങ്ക് യു. അപ്പോൾ സോജ എന്നൊരു ക്യാരക്ടർ, അത് അത്രയും വിജയം ആഗ്രഹിച്ച് വിജയത്തിലേക്ക് എത്തി, വലിയൊരു വിജയമായി. ഇനി അതിനപ്പുറം വിജയങ്ങളെ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ ടീമിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. ശ്രുതിയോടും ദിവ്യയോടും നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്നെ പഞ്ചറാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഈ ഒരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയതിലും സന്തോഷം, ഒപ്പം ഇത് നേടാൻ പറ്റിയതിലും സന്തോഷം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. താങ്ക് യു. കുമാരവും മിശ്റും നമ്മുടെ മോഹിനീശ്വരിയുടെ പ്രസാദമാണ് വളരെ മനോഹരമായ രീതിയിൽ മെമൻറ്റോ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക് തരികയാണ്. എന്താണ് പ്രിയപ്പെട്ടവരോട് പറയാൻ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. പിന്നെ എന്നെ എങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സജിക്കുറുപ്പേട്ടനും തോമസ് തിരുവല്ലേട്ടനും കൃഷ്ണദാസ് മുരളിച്ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത അമ്മമാരും ചേച്ചിമാരും അളയമാരും ബേബി അഭിരാമേട്ടൻ നന്ദിച്ചേട്ടൻ സ്വാതി ബ്രോ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഡ്യുവറ്റ് സോങ് എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടുപേരും ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഡ്യുവറ്റ് സ്പീച്ച് നമ്മൾ കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഗംഭീര പ്രകടനമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സമയത്ത് പറയാം. ഇതൊന്ന് പിടിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ഒരു കയ്യടി. സന്തോഷമുള്ള ഒരു സായാഹ്നം അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. കാരണം 30 വർഷത്തോളമായി മലയാള സിനിമയിൽ വന്നിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല കഥാപാത്രങ്ങളായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടതുമായിരുന്നു. ഒരു മുഴുനീള കഥാപാത്രത്തെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ തേടി വന്നപ്പോൾ ഒരിക്കൽ ഷൈജു കുറുപ്പ് ഒരു സുരേഷ് ഏട്ടൻ്റെ മകളുടെ കല്യാണത്തിൽ കണ്ടപ്പോൾ പറഞ്ഞു, കണ്ടിച്ചിട്ടാ ഒരു വിളി വരും കേട്ടോളണം. ഷൈജു അങ്ങനെ അനാവശ്യമായിട്ട് ഒരിക്കലും ഒരു ഗോസിപ്പ് പറയാത്ത ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല സംഭവമായിരിക്കും. ഒരു ദിവസം എന്നെ അതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് എന്നെ വിളിച്ചു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ ഒരു ഷൂട്ട് നടക്കുകയാണ്. ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ വന്നു ഇതിനുള്ള ക്യാരക്ടർ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ മലയാള സിനിമയിൽ ഒരു കഥാപാത്രം എൻ്റെ അടുത്ത് നിന്ന് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു കഥാപാത്രം എനിക്ക് കിട്ടുമെന്നോ. അത് OTT-യിൽ സക്സസ്സായി. മോഹിനിയാട്ടം നിങ്ങൾ ഏറ്റെടുത്തു.
അപ്പോൾ എൻ്റെ ഒരു പേരുണ്ടായിരുന്നു, അതെനിക്ക് കളഞ്ഞു കിട്ടി ഇല്ലേ, വഴിപോക്കൻ. അത് മാറി കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഈ ഇത്രയും വലിയ വലിയ ആളുകളുടെ മുമ്പിലിരുന്ന് ഈ വേദിയിൽ പങ്കിടാൻ സാധിച്ചതും ഈ മൊമെൻ്റ് വാങ്ങിക്കാൻ സാധിച്ചതും വളരെയധികം സന്തോഷം. ഒറ്റൊരു കാര്യം കൂടി, എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ച ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം, മുഖചിത്രം തൊട്ട്. അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിലും മറ്റു സിനിമയിലും അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മിനി സ്ക്രീനിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കഥാപാത്രത്തെ തന്നെ ജനങ്ങളുടെ മൈലേജ് ഉണ്ടാക്കി തന്ന ആളാണ്. വേറെ ആരുമല്ല, രജപുത്ര രഞ്ജിത്തേട്ടൻ. അദ്ദേഹത്തിൻ്റെ വാനമ്പാടി സീരിയലിൽ ഞാൻ നല്ലൊരു കഥാപാത്രം അദ്ദേഹം എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ച വളരെ കൂട്ടത്തിൽ രഞ്ജിത്തേട്ടനുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം എനിക്ക് ഈ കഥാപാത്രം തന്ന നമ്മുടെ കൃഷ്ണദാസിനും അതിൻ്റെ നിർമ്മാതാക്കളായ തോമസ് ജിക്കും ഷൈജു കുറുമ്പനും. ഷൈജുവൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളുള്ള ബന്ധമാണ്. അദ്ദേഹത്തിനൊക്കെ വളരെയധികം നന്ദി. അതുപോലെ എൻ്റെ കൂടെ സഹകരിച്ച എൻ്റെ സഹയാത്രികർ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ചേച്ചി, എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ദിവ്യ, ശ്രുതി, അങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സായിയേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുകയാണെങ്കിൽ സായിയേട്ടൻ്റെ കൂടെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. സായിയേട്ടൻ എന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഒരു നല്ലൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ സായിയേട്ടനോടൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ചേട്ടാ. എൻജോയ്മെന്റ് ഉണ്ടായി കാണും അല്ലേ? എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. നമ്മള് എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൈജുവിനെ മറ്റൊരു സിനിമയുടെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു, കുടുംബത്തിൽ ഒരാളെ കണ്ട സന്തോഷമാണ്. ആരും വേറെ അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ അയ്യോ എൻ്റെ ആങ്ങളെ കണ്ടു എന്നുള്ളൊരു ഫീലായിരുന്നു സത്യത്തിൽ. ഞാൻ അനുവിനോടും പറഞ്ഞു, സൈജുവിൻ്റെ വൈഫിനോട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല ഒന്നും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഭരതനാട്യത്തിനെ കുറിച്ച് പറയാം. ഭരതനാട്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം സൈജോട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ കൃഷ്ണദാസ് കഥ പറയും, ബാക്കി കാസ്റ്റൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് റാംജി റാവ് സ്പീക്കിംഗ് ആണ്. അതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട മലയാള സിനിമ തിയേറ്ററിൽ റാംജി റാവ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ തൊട്ട് എനിക്ക് സായി ചേട്ടനും അതുപോലെ മുകേഷ് ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആരാധനയിൽ അത്രയും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സായി ചേട്ടനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ സൈജോട്ടൻ പറഞ്ഞ്, കഥാപാത്രം ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അഭിരാമ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈജോട്ടൻ പേരിക്കുണ്ടാകുമ്പോൾ അപ്പോൾ കുഴപ്പമാവും, എനിക്ക് പ്രശ്നമൊക്കെ അയ്യോ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് മറ്റേത് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമുണ്ടായില്ല. ആദ്യം പറഞ്ഞ കഥാപാത്രം എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്താണെന്ന്, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്വാതിദാസ് ചെയ്യേണ്ട കഥാപാത്രം എനിക്ക് വരികയും എൻ്റെത് അങ്ങോട്ട് പോയി ചെയ്തല്ലേ, അങ്ങനെ എന്തോ ഒരു ഷഫിളാണ് നടന്നത്. അല്ല, ആക്ച്വലി ജൂഡ് ആന്റണി ആയിരുന്നു നമ്മൾ ആദ്യം വിളിച്ചത്. അപ്പം ജൂഡിന് എന്തോ 2018 എന്തോ പരിപാടികളൊക്കെ ജർമ്മനിയിലോ എവിടെ ഉണ്ടായിരുന്നു. അപ്പം ഡേറ്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം സ്വാതിയുടെ ഇളയ അളിയൻ്റെ ക്യാരക്ടറിലായിരുന്നു അഭിരാമിനെ കാസ്റ്റ് ചെയ്തത്. അഭിരാമിനെ നമ്മൾ സുഭാഷിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ സ്വാതി കിട്ടും. എന്തായാലും നമ്മുടെ കയ്യിൽ ഭദ്രമാണല്ലോ അല്ലേ, എന്തായാലും. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും സുരാജേട്ടൻ, വിനയ്, അതുപോലത്തെ ആൾക്കാർ, ജഗദീഷ് ചേട്ടനായിട്ട് ഞാൻ 2-3 സിനിമകൾ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ജഗദീഷ് ചേട്ടനും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെ സുഭാഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭരതനാട്യത്തിൽ ജനിക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞിട്ട് സൈജോട്ടനെ ഞാൻ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ സൈജോട്ടൻ പറഞ്ഞു, പിന്നെ ഞാൻ ആക്ച്വലി സൈജോട്ടനോട് എന്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം പടം അത്ര നല്ല രീതിയിൽ പോയില്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി എന്നൊക്കെ പറയാൻ വേണ്ടി പോകുമ്പോഴേ സൈജോട്ടൻ പറഞ്ഞു നമ്മൾ സെക്കൻഡ് പടം ഇറക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ആ അത്ഭുതം ഇപ്പോൾ സംഭവിച്ചു, അതൊരു വലിയ സക്സസ്സായി. സുഭാഷ് സീനിയറും ജൂനിയറായിട്ട് 2 സുഭാഷുമാർ കേരളത്തിലുണ്ടായി. ഇപ്പോൾ ആൾക്കാർ സുഭാഷ് എന്ന് വിളിക്കുമ്പോൾ ഞാനും തിരിഞ്ഞു നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. തോമസ് ചേട്ടന് എല്ലാവർക്കും നമസ്കാരം. നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ തോമസ് സാറിനോടും സൈജുവിനോടും.
എൻ്റെ കൂടെ കുടുംബമായിട്ട് ഞാൻ അഭിനയിച്ച, എൻ്റെ കൂടെ അഭിനയിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഐ എം ജസ്റ്റ് എ സ്റ്റാർട്ടർ. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴാണ് കുറച്ച് അഭിനയത്തിലേക്ക് കയറിയിരിക്കുന്നത്. സോ സായേട്ടൻ, കലച്ചേച്ചി, എല്ലാ ജഗദീഷ് ചേട്ടൻ, എല്ലാവരുടെ കൂടെയും അഭിനയിക്കാൻ എനിക്കൊരവസരം തന്ന കൃഷ്ണദാസിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച എൻ്റെ മക്കളെ ഇപ്പം നമ്മളൊരു കുടുംബമാണല്ലോ. ട്വിൻസിൽ ഒരാൾ വളരെ എന്താ പറയുക സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ പെരുമാറ്റം എല്ലാം തന്നെ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു ഇത്. സോ ഐ താങ്ക് എവ്രി വൺ. തേർഡ് പാർട്ടിലും രുക്മണിയമ്മ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. ടീച്ചറെ കണ്ണൂർ ബേബിജയൻ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്. പ്രേക്ഷകർ നല്ല എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? എങ്ങനെയുണ്ട് കഥാപാത്രത്തിന്? ഒരു കുറച്ചൊരു വില്ലൻ ടച്ചൊക്കെ ഉള്ള ഒരു കഥാപാത്രമല്ലേ, അപ്പം നല്ല കോംപ്ലിമെന്റ്സും ഒപ്പം തന്നെ ആൾക്കാരുടെ കുറച്ച് കമന്റ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ട് എല്ലാവർക്കും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഇതെൻ്റെ ഒരു 3ാമത്തെ പടമായിരുന്നു. അപ്പം അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാനും ഒരു ദാസേട്ടനെ കാണാനും ആ ഒരു കഥ കേൾക്കാനും ഭയങ്കര ഒരു നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കഥയും അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിരുന്നു അത്. ആൻഡ് അത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എന്തായിരുന്നു ചോദിച്ചത്? ഓക്കെ, ഒരുപാട് പുതിയ എന്താ പറയുക ആൾക്കാരിൽ നിന്നുള്ള റിവ്യൂ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു കോറിൽ നിന്നോട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആൻഡ് താങ്ക് യു സോ മച്ച് തോമസ് ചേട്ടൻ, ഷൈജു ചേട്ടൻ ആൻഡ് ദാസേട്ടൻ. ഒരുപാട് എന്താ പറയുക മറക്കാൻ പറ്റാത്ത എന്താ പറയുക അനുഭവങ്ങളും എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു അത്. ആൻഡ് ഇന്നിവിടെ എനിക്ക് ഇത് മേടിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് 30 ഭരതനാട്യം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആഹ്ലാദത്തോടുകൂടി ഇതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയും അതുപോലെ തന്നെ സൈജു കുറുപ്പും നമ്മുടെ സായി ചേട്ടനും ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കിയപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ച പോലുള്ള ഒരു വിജയം തിയേറ്ററുകളിൽ നിന്നുണ്ടായില്ല. വളരെ ദുഃഖത്തോടുകൂടി തിയേറ്ററിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന ഒരു പറ്റം കലാകാരന്മാരെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയുമാണ് 2024 ഓഗസ്റ്റ് 30 കണ്ടത്. ആ സങ്കടത്തോടുകൂടി നിൽക്കുമ്പം ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ച്, ഇത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട്, ചെറിയ സിനിമയാണ്, നമ്മുടെ മലയാളി പ്രേക്ഷകർ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിൽ 27 ദിവസം കഴിഞ്ഞപ്പോൾ ആമസോണിൽ പേപ്പർ വ്യൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആ സിനിമ റിലീസ് ചെയ്തു. എന്നാൽ നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കപ്പുറമായി ഓരോ ഭവനങ്ങളിലും ഭരതനാട്യം 1, 2, 3 തവണ തിയേറ്ററിൽ കളിക്കുന്നത് പോലെ ഓടാൻ തുടങ്ങി. വളരെയേറെ അപ്രിസിയേഷൻ ലഭിക്കുകയുണ്ടായി. ആ ഒരു സന്തോഷവും ഊർജവും വീണ്ടെടുത്ത് ഞങ്ങൾ തീരുമാനിച്ചു, നമുക്കിതെന്തുകൊണ്ട് നമ്മളെ ഈ തോൽവിയിൽ നിന്നും ഒരിക്കൽ കൂടി തിയേറ്ററിൽ ഒരു വിജയം കണ്ടെത്തിക്കൂടാ എന്നൊരു ചിന്ത ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായി. ഇത് ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയോട് പങ്കുവെച്ചപ്പോൾ ദാസൻ പറഞ്ഞത്, ഒന്നാമത് നമ്മൾ മാനസികമായിട്ട് തകർന്നു നിൽക്കുക, വീണ്ടും ഒരു തകർച്ച കൂടെ നേരിടണോ എന്ന് ചോദിച്ചു. എന്നാൽ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അദ്ദേഹം എഴുതി തുടങ്ങി. ആ എഴുത്ത് നവംബർ 8, 2025 തലശ്ശേരിയിൽ ക്ലാപ്പടിച്ച് മോഹിനിയാട്ടം തുടങ്ങി. അങ്ങനെ ഭരതനാട്യം ടു മോഹിനിയാട്ടം ഒരു വലിയ യാത്ര തുടങ്ങി. ആ യാത്ര ഏപ്രിൽ 10 കേരളത്തിലെ തിയേറ്ററുകളിൽ 2026 ഏപ്രിൽ 10 വിഷുവിന് തിയേറ്ററുകളിൽ തുടങ്ങി. അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷമായിരുന്നു.
ഇപ്പോൾ സായിച്ചേട്ടൻ കടന്നു വന്നപ്പോൾ പറയുമായിരുന്നു, ഞാൻ അഭിനയിക്കാതെ ഇതിൽ നായകനായി അഭിനയിച്ചു എന്നാണ് സായിച്ചേട്ടൻ പറയുന്നത്. ആ ഒരു സ്ഥിതിയിലാണ് മോഹിനിയാട്ടം ഓരോ ഭവനങ്ങളിലും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെയൊക്കെ ഇന്നിവിടെ സ്വാഗതം ചെയ്യുന്നത്. നല്ല സിനിമകൾ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൈജു കുറുപ്പ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ 20 വർഷം പൂർത്തിയാക്കുമ്പോൾ 150ാമത്തെ സിനിമയായിട്ടാണ് മോഹിനിയാട്ടം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആ സിനിമ ഓരോ തിയേറ്ററുകളിലും ഞങ്ങൾ പോകുമ്പോൾ ഹൗസ്ഫുള്ളായി അവിടെ നിന്ന് പ്രേക്ഷകർ കൈയടിച്ച് ചിരിച്ച് ഉല്ലസിച്ചിറങ്ങി പോകുമ്പോൾ തികച്ചും മലയാള സിനിമയ്ക്ക് സന്തോഷിക്കാം. കാരണം ഇന്നൊരു പ്രേക്ഷകൻ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ അവർ ഒരു 100 രൂപ 200 രൂപ മാത്രമല്ല മുടക്കേണ്ടത്. ഒരു കുടുംബമായിട്ട് വരുമ്പോൾ അവർക്ക് അന്ന് 2 കുട്ടികളും അച്ഛനും അമ്മയും വരുമ്പോൾ 1000 രൂപയോടും ചിലവാണ് തിയേറ്ററിൽ വരുമ്പോൾ. അവർക്കതിനുള്ള ആഹ്ലാദം അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മലയാള സിനിമയിൽ കേരളത്തിലെ നേതൃത്വ നിരയിലുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ചേംബറിൻ്റെ പ്രസിഡൻ്റുണ്ട്, അതുപോലെ തന്നെ കേരള ഫിലിം അസോസിയേഷൻ്റെ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ ആളുകളുമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിൻ്റെ പേരിൽ, ഈ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളെ ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.